Download now. CC Learning app. എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മൾ എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ മുമ്പിലേക്ക് കേട്ടറ്റ് പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയും അതേപോലെ LP UP പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് അറിയിക്കാറുണ്ട്. അപ്പോ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചകളിലും ഇത്തരത്തിലെ LP UP കേട്ടറ്റ് പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ അറിയിക്കുമ്പോൾ തന്നെ എല്ലാവരും അതിനകത്തേക്ക് പറയാറുണ്ട്, ഈ പുതിയ LP UP പരീക്ഷ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഴയ ലിസ്റ്റിലെ ഭേദപ്പെട്ട നിയമനങ്ങൾ നടക്കാത്തിടത്തോളം കാലം ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പുതിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ വലിയൊരു പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ റാങ്ക് പട്ടിക 2025 നിലവിൽ വന്നതിന് ശേഷം 10 മാസം പിന്നിടുമ്പോൾ പോലും ഭേദപ്പെട്ട നിയമനങ്ങള് ആ ലിസ്റ്റിനകത്ത് നിന്ന് കാഴ്ചവെക്കാതിരിക്കുന്നത് കൊണ്ട് പുതിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ടും ഈ വലിയൊരു ഇന്റിമസി ആയിട്ട് കാണിക്കുന്നില്ല എന്നുള്ള വസ്തുത. അതായത് ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിട്ട് നമ്മൾക്ക് എന്തിനാണ്, ഇതിൽ തന്നെ നിയമനങ്ങൾ നടക്കുന്നില്ലല്ലോ എന്നുള്ള വസ്തുതകളാണ്. ഇവിടെ അതിന്റെ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ പല വീഡിയോസിൽ ചർച്ച ചെയ്തു പോയതാണ്, ഒരുപാട് തവണ പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് പോകുന്നില്ല, ഇപ്പൊ തൽക്കാലത്തേക്ക് വീണ്ടും ഞാൻ അവിടേക്ക് പോകുന്നില്ല. കാരണം എല്ലാ വസ്തുതകളും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അത് അംഗീകരിച്ചതുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ 2-3 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായിട്ട് ഡിവിഷൻ ഫോൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്കൊരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഡിവിഷൻ ഫോളുകൾ പല സ്കൂളുകളിലും വരുന്ന കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചത്, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡിവിഷൻ ഫോള് എങ്ങനെ പരിഹരിക്കാം? നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സർക്കാർ സ്കൂളിലെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അവിടെ നിയമനം കിട്ടണമെങ്കിൽ ഡിവിഷൻ ഫോൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അതിനകത്തൊന്നും ഒരു തർക്കമില്ല. റിട്ടയർമെന്റ് വരുന്നതിന് കൂടെ തന്നെ ഡിവിഷൻ ഫോളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകരെ നിയമിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോ അല്ലെങ്കിൽ PSCക്കോ സാധ്യമാകുന്നില്ല. അപ്പൊ ഡിവിഷൻ ഫോൾ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാല് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി പണിയെടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷനകത്ത് കാണുന്നുമില്ല. ഇവിടെ സർക്കാർ സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം സർക്കാർ സ്കൂളിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങള് പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക്, അതായത് നമ്മുടെ വീടിന്റെ അടുത്തും നമ്മളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെയും നമ്മുടെ വീടിന് അടുത്തുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാവുന്ന ആൾക്കാരിലേക്ക് കാര്യങ്ങൾ പോയി പറഞ്ഞു കൊടുത്തുകൊണ്ട് സർക്കാർ സ്കൂളിലേക്ക് വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങളും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന മികവുകളും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നമ്മളത് കൃത്യമായിട്ട് ഓരോ രക്ഷിതാക്കളെയും അറിയിക്കുകയാണെങ്കിൽ അവര് സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളെ സർക്കാർ സ്കൂളുകളിലേക്ക് വിടുവാൻ അവര് സ്വാഭാവികമായിട്ട് തയ്യാറാവും. അപ്പോ നമുക്ക് പ്രൈവറ്റ് സ്കൂളുകളിലും അതേപോലെ മറ്റുള്ള സ്കൂളുകളിലേക്കുമുള്ള കുഞ്ഞുങ്ങളുടെ ആ ഒരു പോക്ക് തടഞ്ഞുകൊണ്ട് സർക്കാർ സ്കൂളുകൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്, നമുക്ക് ജോലി അത്യാവശ്യമായതുകൊണ്ട്, നമ്മുടെ മുമ്പിൽ മറ്റൊരു സെക്കൻഡറി ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി പണിയെടുക്കുക എന്നുള്ള കാര്യമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ അറിയാവുന്ന ആൾക്കാരിൽ, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാവുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവിടുത്തെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ സർക്കാർ സ്കൂളിലേക്ക് ആക്കുക. ഇതിപ്പോ നമ്മളിപ്പോ വിചാരിക്കും, അയ്യോ അതൊക്കെ എങ്ങനെ സാധ്യമാകും? എന്റെ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10,000 പേരായിരിക്കും, അല്ലെങ്കിൽ 20,000 പേര് വീഡിയോ കാണും. ചിലപ്പോൾ ഞങ്ങളുടെ ചാനൽ അത്രയും വലിയ റീച്ച് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അത്രയും പേര് കാണുന്നുണ്ടാവും, ചിലപ്പോൾ 5,000 പേര് കാണുന്നുണ്ടാവും. അപ്പോ നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങളിലേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ പുച്ഛത്തോടുകൂടി ചിലപ്പോൾ ആ വീഡിയോ മാറ്റിവെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത് കേട്ടുകൊണ്ട് ഒരു വീട്ടിലേക്ക് ചെന്ന് പറയുന്നവരായിരിക്കാം. അപ്പോൾ നമ്മളിപ്പോ ഒരു വീട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒരു വീട്ടിൽ പറഞ്ഞാലും മതി, ഒരാൾ ഒരു വീട്ടിൽ പറഞ്ഞാലും നമ്മൾ ആ ഒരു നേട്ടങ്ങൾ, നമ്മുടെ മാറ്റങ്ങളെ കുറിച്ച് കൊണ്ടുള്ള ആ ഒരു നേട്ടങ്ങള് ഒരു വീട്ടിൽ പോയി നമ്മൾ പറയുമ്പോൾ ആ വീട്ടിലെ ഇപ്പൊ 100 പേര് ചെന്ന് 100 വീടുകളിലായിട്ട് പറയുന്ന സമയത്ത്
ഒരു 25 പേരെങ്കിലും കേൾക്കത്തില്ലേ? കേൾക്കുമല്ലോ. അപ്പൊ പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുക. അതുകൊണ്ടാണ്. അപ്പൊ അത്തരം നിങ്ങൾ അങ്ങനെ വിചാരിക്കുക. അപ്പൊ നമ്മൾ ഓരോ വീടുകളിൽ പോയി പറയുന്ന സമയത്ത് ഞാനൊക്കെ ഈ അധ്യാപക മേഖല നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വീടുകളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ കേൾക്കാറുമുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞ കുറെ അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിവിടെ അത്യാവശ്യമാണ്, നമ്മളുടെ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്കിവിടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾക്ക് കൂടി ശ്രദ്ധ പരിഗണിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് 2026 നവംബർ ഡിസംബറോട് കൂടി നമ്മുടെ മുമ്പിലേക്ക് പുതിയ LP-UP നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇവിടെ ഭേദപ്പെട്ട നിയമനങ്ങൾ നടത്തിയില്ലല്ലോ. പക്ഷെ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് 2028 റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ്. അപ്പൊ 2028 പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരണമെങ്കിൽ 2026 അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരണം. അപ്പൊ 2026 അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ മാത്രമേ 2027 പരീക്ഷ നടന്ന് ഇന്റർവ്യൂ എല്ലാം പൂർത്തിയാക്കി 2028 റാങ്ക് പട്ടിക നിലവിൽ വരുത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ 2026 നവംബർ ഡിസംബർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ തന്നെ ഏകദേശം അഞ്ചാമത്തെ 6ാമത്തെ മാസം ആവാറായി. ഇനി ഒരു 6 മാസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത്തവണ പ്രായപരിധി ഉയർത്തിയ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഭേദപ്പെട്ട നിയമനങ്ങൾ പഴയ റാങ്ക് പട്ടികയിൽ നടത്താത്തത് കൊണ്ട് ഞങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നില്ല എന്ന് ആരും വിചാരിക്കാൻ പോകുന്നില്ല. അവിടെയും കോമ്പറ്റീഷൻ ഉണ്ട്. കഴിഞ്ഞ ചെറിയ മാർക്കിന് നഷ്ടപ്പെട്ടുകൊണ്ട് മാറി നിന്ന് പോയ, ഏജ് ലിമിറ്റ് ആയി പോയ അധ്യാപകർ കൂടി നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു ഗോതയിലേക്ക് വരികയാണ്. വലിയ ഒരു കോമ്പറ്റീഷൻ ആണ് ഇത്തവണത്തെ LP-UPക്കും നടക്കുവാൻ പോകുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. സിസ്റ്റത്തിന്റെ ഭാഗത്തിനെ കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം കളയാതെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. ബാക്കിയൊക്കെ സെക്കൻഡറി തിങ് ആണ്. അത്രയും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ഏറ്റവും ഭംഗിയായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയാം, UP സ്കൂൾ ടീച്ചർ പരീക്ഷ എഴുതുവാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഒന്നുകിൽ DLED അല്ലെങ്കിൽ B.Ed CAT 2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UP സ്കൂൾ ടീച്ചർ പരീക്ഷ എഴുതാൻ സാധിക്കും. അതേപോലെ DLED CAT 1 ഉണ്ടെങ്കിൽ LP സ്കൂൾ ടീച്ചർ പരീക്ഷയും എഴുതുവാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ യോഗ്യത നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ഇനി നിങ്ങൾ ഒരു റിസർവേഷൻ ഒന്നും ഇല്ലാതെ ജനറൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 2/1/1982 മുതൽ 1/1/2008 വരെ ഈ ഒരു ഗ്യാപ്പിൽ ജനിച്ച ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പുതിയ LP-UP പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. OBC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ 2/1/1979 മുതൽ 1/1/2008 വരെ ഈ 2 ഡേറ്റുകൾ ചേർന്നുകൊണ്ട് ഇതിനകത്താണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ പുതിയ LP-UP പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാം. നിങ്ങൾ ഒരു SC/ST കാൻഡിഡേറ്റ് അല്ലെങ്കിൽ SC/STയിൽ നിന്നും മറ്റു മതങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തു പോയ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആകുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 2/1/1977 മുതൽ 1/1/2008 വരെ ജനിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭംഗിയായിട്ട് തയ്യാറെടുക്കാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അടിസ്ഥാന യോഗ്യതയും ഏജ് ലിമിറ്റും പരിഗണിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കുറ്റം പറയുന്നതല്ല, നെഗറ്റീവ് പറയുന്നതല്ല, നമ്മളുടെ വിഷമമാണത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ വിഷമം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പുതിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടി നിങ്ങൾ തയ്യാറെടുക്കണം എന്നുള്ള കാര്യം കൂടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പുതിയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നെഗറ്റീവ് ചിന്താഗതികൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഭംഗിയായിട്ട് തയ്യാറെടുക്കുന്നതിൽ CC നിങ്ങളോട് കൂടെ ചേരുകയാണ്. പുതിയ പരീക്ഷാ പ്രിപ്പറേഷൻ, പുതിയ LP-UP പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. 6 മാസം കൊണ്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ
മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലെയുള്ള 35 മാർക്കിന്റെ ആ ഒരു ടോപ്പിക്ക് ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ, അപ്ഡേറ്റുകളില്ല അവിടെ, നിങ്ങൾക്ക് ഒരു ആധിപത്യം ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നിങ്ങളുടെ ബാക്കിയുള്ള സംശയങ്ങളെല്ലാം താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അധ്യാപകരോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അടുത്ത LP UP പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാം. അതേപോലെ തന്നെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കുറച്ചുകൂടി റാങ്ക് ഹോൾഡേഴ്സുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ സജഷൻസ് അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. സർക്കാരിന്റെ ഭാഗത്തേക്ക് ഇത്തരം പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതിയ സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിവേദനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എന്ത് തരത്തിലുള്ള പ്രശ്നപരിഹാരമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്, അത്തരം സാധ്യതകളെല്ലാം തേടിക്കൊണ്ട് ഭംഗിയായിട്ട് നിങ്ങളുടെ ആ ഒരു യാത്ര കൂടി അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രയും പെട്ടെന്ന് ജോലി കിട്ടുവാൻ സാധിക്കട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാടാ കുഞ്ഞുങ്ങളെ. ബൈ.